കോൺഗ്രസ് ഓർ BJP മാറ്റം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ വരണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്റെ പേഴ്സണലാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ മൊത്തത്തിലായിരുന്നു മൊത്തത്തിൽ UDF വരണമെന്നുള്ള പ്രതിപക്ഷമാണ്. ഭാര്യയ്ക്ക് അപ്പൊ LDF വരണം. എന്തുകൊണ്ടാണ് എന്തെല്ലാം ശക്തമായ ഒരു പോരാളി. അതുകൊണ്ട് ശിവൻകുട്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവർത്തനം കൊണ്ട് ഈ പ്രാവശ്യം അദ്ദേഹം ജയിച്ചിരിക്കും. തുടർ ഭരണം ഉണ്ടാവും ഉറപ്പാണ്. കോൺഗ്രസ് നോക്കണം, അതാണ് ആഗ്രഹം. മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ജനപക്ഷത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടി ഒരു സർവേ നടത്തുകയാണ് ഈ ഒരു ഇലക്ഷൻ രംഗത്ത്. എപ്പോഴും മലയാള ജനതാ ന്യൂസ് ഇലക്ഷൻ സമയത്ത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടാറുണ്ട്. പലപ്പോഴും ഗസി ചെയ്യുന്ന മത്സരത്തിന് വിജയം പ്രഖ്യാപിക്കാറുണ്ട്. എങ്കിൽ ഇപ്പോൾ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളാണ് ശക്തരാണ്. BJPയെ പ്രതിനിധീകരിച്ച് രാജീവ് ചന്ദ്രശേഖറുണ്ട്. അതോടൊപ്പം തന്നെ LDFനെ പ്രതിനിധീകരിച്ച് നേരത്തെ MLA മന്ത്രിയുമായിരുന്ന മന്ത്രി V ശിവൻകുട്ടിയുണ്ട്. അതോടൊപ്പം തന്നെ കാർത്തികൻ മന്ത്രിയുടെ മകൻ കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ട് ശബരിനാഥൻ അദ്ദേഹം മത്സരിക്കുകയാണ്. എങ്കിൽ ആരാണ് നേമത്ത് വിജയിക്കുക? BJP വീണ്ടും അക്കൗണ്ട് നേമത്ത് തുറക്കുമോ? ഇല്ല LDFന്റെ തുടർഭരണം വീണ്ടും ശിവൻകുട്ടി തന്നെ ജയിക്കുമോ? അല്ല ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് പിടിച്ചടക്കും എന്നതാണ് ചർച്ച ചെയ്യുന്നത്. എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ നേമത്ത് അൽസാജ് ഹോട്ടലിൽ ഇവിടെ നടക്കുന്ന കൺവെൻഷൻ സെന്ററിൽ ഒരു ാണ് നടക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായം കൂടിയാണ് ഇന്ന് മലയാള ജനതാ ന്യൂസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും നമ്മുടെ വാർത്തകളുടെ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ന്യൂസിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്നാൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. നേമത്തിപ്പോൾ ശക്തമായൊരു പോരാട്ടമാണ് നടക്കുന്നത്. LDFന്റെ ഒരു തുടർഭരണം ഉണ്ടാകുമോ? ഇല്ല കോൺഗ്രസ് തിരിച്ചുവരോ? BJP ഇവിടെ അക്കൗണ്ട് തുറക്കുമോ? എങ്ങനെയാണ് കാണുന്നത്? തുടർഭരണം തന്നെ ഉണ്ടാകും. അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. 100% തുടർഭരണത്തിനുണ്ടാവും. കാരണം അവരുടെ നേട്ടങ്ങൾ അത്രയേറെ മെച്ചപ്പെട്ടതാണ് കേരളത്തിൽ. അത് എല്ലാ കുട്ടികൾക്ക് മുതൽ മുതിർന്ന വ്യക്തികൾ വരെ അറിയാവുന്ന കാര്യമാണ്. കാരണം സത്യത്തിലൊരു തുടർഭരണത്തിന് അപ്പുറം ഒരു മാറ്റം അനിവാര്യമല്ലേ കേരളത്തിന്? പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും മാറ്റം അനിവാര്യമാണ്. അതിലാണ് BJP വരുമോ UDF വരുമോ? അല്ല, ഇപ്പോഴത്തെ ഭരണം തന്നെ മുന്നോട്ട് പോകണം, ഈ തുടർഭരണം തന്നെ വരണമെന്നാണ് ആഗ്രഹം. കോൺഗ്രസ് അങ്ങനെയല്ല, ഏത് പാർട്ടി വന്നിട്ട് ഇതുവരെ ഒരു മുന്നേറ്റവും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളെ കാഴ്ചപ്പാടിലുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ ഭരണം തന്നെ മുന്നോട്ട് വരണം. അപ്പോൾ നേമത്തെ ശിവൻകുട്ടി തീർച്ചയായിട്ടും കേരളത്തിൽ എങ്ങനെ ഒരു തുടർഭരണം കോൺഗ്രസിന്? കാരണം പ്രത്യേകിച്ച് കോർപ്പറേഷനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കോൺഗ്രസ് UDF തിരിച്ചു വന്നത് അത് ഇപ്പോൾ കേരളത്തിൽ നടക്കില്ല. ശരിക്കും അത് സംഭവിച്ചതെന്ന് വെച്ചാൽ അത് ഈ കോർപ്പറേഷൻ ഭരണം, പഞ്ചായത്ത് ഭരണമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതൊക്കെ വന്ന് വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് വരുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ചെറുതൊക്കെ വന്നിട്ട് വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ്. പക്ഷേ അസംബ്ലി അങ്ങനെയല്ല. അപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഈ നിയമത്തിൽ തുടർഭരണം വരും. തീർച്ചയായിട്ടും ഉണ്ടാവും. LDF തന്നെ തീർച്ചയായിട്ടും. ഏതാണ് പ്രതീക്ഷ? കോൺഗ്രസിന്റെ മാറ്റം ഉണ്ടാവും. കോൺഗ്രസ് മാറ്റം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഭരണത്തിന്റെ ഇത് വെച്ച് അപ്പൊ അതുകൊണ്ട് പൊതുവേ ഉള്ള ഒരു ഇതാ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതിന് കോൺഗ്രസ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്രാവശ്യം ശബരിനാഥ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണം വളരെ മോശമാണ്. ആ ഒരു ജനവികാരം ശബരിനാഥിന് അനുകൂലമായി വരാനാണ് സാധ്യത. പക്ഷേ ഒരു BJPക്ക് ഒരു സാധ്യത കാണാം. കാരണം ഒരിക്കൽ അക്കൗണ്ട് തുറന്നത് ഇവിടെ BJP ആണ്, ആ നേമത്ത് മാത്രമാണ്. അങ്ങനെ ഒരു ചാൻസിന് വേണ്ടിയാണ് ഇപ്പോൾ ചന്ദ്രശേഖർ മത്സരിക്കുന്നത്. ഇല്ല, ആ ഒരു ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ പുള്ളി ഇവിടെ പുറത്തുനിന്നൊരു കാൻഡിഡേറ്റ് ആണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇല്ല. BJP വീണ്ടും അക്കൗണ്ട് തുറക്കും. BJP തുറക്കില്ല. അപ്പോൾ ശബരിനാഥിന് ചാൻസ് ഇല്ല. അപ്പോൾ തുടർഭരണം ശിവൻകുട്ടി വരും. എന്തുകൊണ്ടാണ്? ഉറപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഉറപ്പെന്ന് വെച്ചാൽ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ വരണം, വന്നാൽ നേട്ടം ജനങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള അതോടൊപ്പം മറ്റേ എല്ലാ അപവാദങ്ങളും കേൾക്കണം LDF. എന്നാലും വരുമെന്ന പ്രതീക്ഷ തന്നെയാണ്. നേമത്ത് ശിവൻകുട്ടി ജയിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അന്തരീക്ഷം BJPക്ക് എതിരായിട്ടുള്ളൊരു നീക്കം സംസ്ഥാനത്തൊട്ടുകൊണ്ട് അതിൻ്റെ ഒരു അരയൊടി. അതുമല്ല, BJPക്ക് എതിരെ നേമത്ത് ശിവൻകുട്ടിക്കാണ് 100% ശക്തമായ BJP എതിർക്കുന്നത് LDF ആയതുകൊണ്ട് തന്നെ ശിവൻകുട്ടി വരുന്നതാണ്. അതാണ്. എന്താണ് ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ കാണില്ല? പ്രതീക്ഷ ഉണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ നേമത്ത് സാധ്യത ശിവൻകുട്ടിക്കാണ്. കേരളത്തെ സംബന്ധിച്ച് ഒരു പൊതു നിലപാടെന്നുള്ളതിൽ യാതൊരു ഭരണ സംവിധാനങ്ങളും തുടർ ഭരണങ്ങൾ അവരെ നശിപ്പിച്ചതായി. നമ്മുടെ ഭാവി ഒരു പ്രതീക്ഷ മാറി വരുമ്പോഴത്തേക്കും ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവും. ഇതിപ്പോൾ അങ്ങനെ ഒരു പോരായ്മ നമ്മളെ കേരളത്തിൽ വന്നിട്ടുണ്ട്. തുടർ ഭരണം വലിയ പ്രശ്നമാണ്. എന്നാലും ഭരണം മാറി വരണമെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ
ഒരു പ്രശ്നമുണ്ട്. ഇതിൽ ആരാണ് രണ്ടും മതേതര പാർട്ടിയാണ്. എന്നാൽ ഫാസിസ്റ്റ് ഭരണത്തെയും ആ ഫാസിസ്റ്റ് വർഗീയ നിലപാടുകളും കേരളക്കാർ ഒരിക്കലും യോജിക്കുന്നവരല്ല. 95% പേര് എതിരാണ്. അതുകൊണ്ട് ഇവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കി വോട്ട് ചെയ്യാനാണ് ജനങ്ങൾ സാധാരണ തീരുമാനിക്കുക. എൻ്റെ നിലപാട് അങ്ങനെയാണ്. എന്നാലും ആര് വരണമെന്നാണ് ആഗ്രഹം? ഇവിടെ ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇടതിൻ്റെ ആണെന്നാണ് എൻ്റെ നോട്ടം. ഇവിടെ ഈ മണ്ഡലം ജയിക്കാനാണ് സാധ്യത. നമ്മൾ ഈ നിയമം മണ്ഡലമല്ല, നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലമാണ്. എന്നാലും ആര് വരണമെന്നാണ് ഇത് മാറ്റം വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോഴത്തെ രീതി അങ്ങനെയാണ്. കോൺഗ്രസ് ഓർ BJP മാറ്റം എന്ന് പറയുമ്പോൾ അല്ല, മാറ്റം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കെയർ ഓഫിൽ വരണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്റെ പേഴ്സണലാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ മൊത്തത്തിൽ ആര് വരണം? കേരളത്തിൽ മൊത്തം UDF വരണമെന്നുള്ള പ്രതിപക്ഷമാണ്. ഭാര്യയ്ക്ക് അപ്പൊ LDF വരണം. എന്തുകൊണ്ടാണ്? നല്ല മാറ്റങ്ങളെല്ലാം പുതുതായിട്ടെല്ലാം കൊണ്ടുവന്നതെല്ലാം നേട്ടങ്ങളെല്ലാം കൊണ്ടുവന്നത്, പുരോഗതി കൊണ്ടുവന്നതെല്ലാം. അപ്പൊ അതിന്റെ LDF തന്നെ വരണം. ഒരു മാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കും. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ വർഗീയ ആശയത്തോട് മുഖം തിരിഞ്ഞിരിക്കുന്ന ജനത ആയതുകൊണ്ട് അവർ വർഗീയ ആശയങ്ങളോടുള്ള പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത പൊതുവെ കുറവാണ്. അതുകൊണ്ട് നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വ വോട്ടുകൾ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മതേതരത്വ കാഴ്ചപ്പാടുള്ള ഒരു സ്ഥാനാർത്ഥി ചെയ്യും. അതൊരു വിട്ടുവീഴ്ച എന്ന മനോഭാവത്തിൽ മതേതരത്വ കാഴ്ചപ്പാടുള്ളവർ ഈ മതേതരത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട്. വർഗീയ കാഴ്ചപ്പാടിനെ തോപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏകീകരിച്ച് വോട്ട് ചെയ്യും എന്നാണ് എൻ്റെ തോന്നൽ. നേമത്ത് ശിവൻകുട്ടി വരും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇല്ല, എങ്ങനെയാണ് നേമത്ത് ഒരു ശക്തമായ പോരാട്ടം നടക്കാൻ ഒരു വീട്ടമ്മ നിലയ്ക്ക് ആര് വരും എന്നുള്ളതാണ് പ്രതീക്ഷ? പറയാനുണ്ടോ? നമ്മളെ ശിവൻകുട്ടി സാഹു തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? കണ്ടില്ലേ നമ്മളെ വികസനങ്ങൾ, നല്ല സ്മാർട്ട് സ്കൂളുകൾ, സ്മാർട്ട് വിദ്യാഭ്യാസം, ഹോസ്പിറ്റല്, പിന്നെ പെൻഷൻ, എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. ഈ ഒരു സർക്കാർ ഒന്നും അങ്ങനെ ചെയ്യും ഒരിക്കലും ഇല്ല. എന്നാലും ഒരു കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് വരാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടെ. ഓരോ മാറ്റി ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെ കണ്ടില്ലേ, ഓരോ മത്സരങ്ങളും അടിയും പ്രസരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി എന്ന തന്നെ ഇത് എന്താണ് വിദ്യാഭ്യാസ മേഖല തന്നെ ഒരു മാറ്റം കൊണ്ടാവുകയും ഇപ്പൊ BJPയുടെ അജണ്ടയ്ക്ക് ഒപ്പിച്ചു കൊടുക്കുകയും ചെയ്ത മന്ത്രി നിലയ്ക്ക് പല അപവാദം കേൾക്കുന്നുണ്ടല്ലോ. അത് സത്യത്തിൽ ബാധിക്കില്ല? ഇല്ല, അതൊന്നും വിഷയമല്ല. ഇപ്പോ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ ഇപ്പോ ശബരിമല വിഷയം സ്വർണ്ണക്കടത്തൊക്കെ പ്രശ്നമായിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തിലെ മന്ത്രിമാർക്കും അവർക്കൊന്നും ഒരു പങ്കുമില്ല. ഇതിൽ പങ്കെന്ന് പറയുന്ന അവർ ഇരിക്കുന്ന അവിടെയുള്ള ജീവനക്കാരുടെ ഇതിൽ ചെറിയ വന്ന പിഴവുകൾ മുഖാന്തരമാണ്. അത് കോടതി തന്നെ പറയുമല്ലോ, കോടതി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലോ. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. നിയമത്തിൽ തുടർ ഭരണം ഉണ്ടാവും ഉറപ്പാണ്. എന്താണ് യുവത്വം നമ്മുടെ നാടിന് നന്മയാണ്. യുവാക്കളെന്ന നിലയ്ക്ക് നമ്മുടെ നേമത്തെ നിയോജകമണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ? പറഞ്ഞോ. ശിവൻകുട്ടി ജയിക്കും. എന്തുകൊണ്ടാണ്? നല്ല വിദ്യാഭ്യാസ മന്ത്രി 10 വർഷം കൊണ്ട് കുറെ മാറ്റം കേരളം സംഭവിച്ചു. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ 1ാം സ്ഥാനം. പിന്നെ കുറെ പേർക്ക് തൊഴിൽ നൽകി. പിന്നെ LDF സർക്കാർ ഒരുപാട് പേർക്ക് നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശിവൻകുട്ടി ജയിക്കും. ശിവൻകുട്ടി എന്നല്ല, LDF മൊത്തത്തിൽ LDF ജയിക്കും. വീണ്ടും തുടർഭരണം LDFന്റെ വരും. പക്ഷേ ഇപ്പോൾ ഒരുപാട് വിഷയം കേൾക്കുന്നതൊക്കെ തന്നെ സംസ്ഥാനത്തുണ്ടായ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള, അതോടൊപ്പം തന്നെ പാചക സാധനങ്ങളുടെ വില കൂട്ടൽ, അതോടൊപ്പം തന്നെ പഠനം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും LDF തന്നെ വരും. അപ്പൊ നേമത്ത് ശിവൻകുട്ടി ജയിക്കും ഉറപ്പാണ്. എങ്ങനെയാണ് ഇപ്പോൾ നേമം മണ്ഡലത്തിൽ ഒരു വലിയൊരു ശക്തമായ പോരാട്ടമാണ്. ആര് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ? എന്നാലും ശിവൻകുട്ടി വരും ഉറപ്പാണ്. എന്തുകൊണ്ട്? അദ്ദേഹം കഴിഞ്ഞ മന്ത്രിയായി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിയതുകൊണ്ട് അത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓക്കെ. കേരളത്തിൽ ഇനി ആര് ഒരു തുടർഭരണം വേണോ അതോ ഒരു മാറ്റം ഉണ്ടാവണം? മാറ്റം ഉണ്ടാവണം. ആര് വേണം? BJP ഓർ കോൺഗ്രസ്? കോൺഗ്രസ് നോക്കണം, അതാണ് ആഗ്രഹം. ഓക്കെ. കോൺഗ്രസ് വരുമെന്നാണ്. എന്തുകൊണ്ടാണ്? തുടർഭരണം നമുക്ക് മോശമാണോ? അതുകൊണ്ടാണ്. അതുകൊണ്ട് UDF വന്നാൽ മതി. എനിക്ക് തോന്നുന്നത് പ്രഥമ കക്ഷികളായ CPM-ഉം BJP-യും തമ്മിലായിരിക്കണം മത്സരം. അതിലാരെങ്കിലും ഒരാൾ വിജയിക്കാനാണ് സാധ്യത. എന്നാൽ ആര് വരുമെന്ന് പറയാൻ പറ്റും? അത് നമുക്കൊരു പ്രഡിക്ഷൻ ഇല്ല. ആര് വരണം എന്നാണ് ആഗ്രഹം? മതേതര കക്ഷികൾ വരുന്നതായിരിക്കണം നല്ലത്. സ്വാഭാവികമായിട്ട് രണ്ടുപേരും മതേതര കക്ഷി എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എനിക്കൊരു അഭിപ്രായം ഇല്ല. അപ്പൊ മൂന്നാമതൊരാൾ വരാൻ പാടില്ല എന്നാണ്? BJP വരാൻ പാടില്ല എന്നാണോ അതോ ഈ BJP വരണമെന്നാണോ?
അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ജനങ്ങളാണത് ആ അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. മതേതര കക്ഷി വരണം. ഓക്കെ, ശിവൻകുട്ടി വരും. എന്തുകൊണ്ടാണ് ശിവൻകുട്ടി വരും? അതാണ് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ശിവൻകുട്ടി വരുന്ന. കാരണം തുടർഭരണം മോശമാണെന്നുള്ള അഭിപ്രായമാണ് പലർക്കും കേൾക്കുന്നത്. തുടർഭരണം മോശം തന്നെ, പക്ഷേ സാഹചര്യം അനുസരിച്ച് ശിവൻകുട്ടി വരണം നമ്മളെ മണ്ഡലത്തിൽ നിയമം. അപ്പോൾ ശിവൻകുട്ടി തന്നെ വരും. ശിവൻകുട്ടി വരണം. ഓക്കെ, ബലമായ വിശ്വാസം സഖാവ് ശിവൻകുട്ടി ഇരിക്കുമെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും മറ്റുള്ള കാര്യവും നേമം മണ്ഡലത്ത് അദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഇടപെടലുകളും വികസനവും. പക്ഷേ തുടർഭരണം മോശമെന്നുള്ള അഭിപ്രായമാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ സാധ്യത ഉണ്ടാവും. അത് പറയേണ്ടവർ അത് പറയും. അത് വ്യക്തിപരമായിട്ട് എന്താ പറയുന്നത് പറഞ്ഞാൽ നിയമമണ്ഡലത്തിൽ അതിൻ്റെതായ രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ പോകുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്ന കാര്യം വേണ്ട ആവശ്യമില്ല. അപ്പോൾ ശിവൻകുട്ടി ജയിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം. നമുക്ക് കോൺഗ്രസിൻ്റെ വരണമെന്നുള്ള അഭിപ്രായം. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ശിവൻകുട്ടി അത് ഒരു മാറ്റം വരണമെന്നുള്ളത്? ശിവൻകുട്ടിക്ക് വയസ്സായി ഇതുവരെ ഇതിലായില്ല. വയസ്സായാലും പറയണമെന്നും ഇതല്ലല്ലോ, കറക്റ്റ് ആണല്ലോ. പക്ഷെ എന്നെ കാണിക്കും. അതുകൊണ്ട് മാറിയിട്ട് വേറെ ശബരിമല പറഞ്ഞാണ്. ഓക്കെ, എന്താണ് എവിടെയാണ് വോട്ട്? നിയമനിയോജകം എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ അബുദാബിയിലാണ്. അബുദാബിയിലാണ്. എങ്ങനെയാണ് നേമത്തെ ഇപ്പോൾ വളരെ പ്രതിസന്ധിയിലാണ്? കാരണം വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്ന് BJP പ്രഖ്യാപിച്ചു. ഒരു യുവത്വത്തിന്റെ കയ്യാലായി കാർത്തികേയൻ മകൻ UDF പ്രതികരിച്ച് മത്സരിക്കുന്നത്. ശിവൻകുട്ടി ഇല്ല വീണ്ടും മത്സരത്തിന്റെ രംഗത്തുണ്ട്. ഒരു വിദേശി എന്ന നിലയ്ക്ക് തന്നെ ഇവിടെ നേമത്ത് ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷ? നിയമം നിലവിലെ സാഹചര്യം ടൈറ്റ് ഫൈറ്റാണ്. എന്നാലും ശിവൻകുട്ടിക്ക് 100% ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ ഇടതുപക്ഷ പ്രവർത്തകനായതുകൊണ്ട് എനിക്കത് മാത്രം അത് കൃത്യമായിട്ട് പറയാം. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും ശിവൻകുട്ടിക്ക് ഒരു നേരിയ ഭൂരിപക്ഷത്തിലും ജയിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവ നിയമത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇപ്പോൾ തോളോട് തോൽക്കാൻ നിൽക്കുന്നത് ഇപ്പോൾ BJP ആണ്. അപ്പോൾ ഒരു ചാൻസ് BJP കാണില്ല, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ചെയ്യുന്നത്. അല്ല, രാജഗോപാലിൽ നിന്ന സാഹചര്യമല്ല രാജീവ് ചന്ദ്രശേഖരനുള്ളത്. രാജഗോപാലിന് വ്യക്തി ബന്ധങ്ങൾ ഇവിടെ ഉണ്ട്. അത് രാജീവ് ചന്ദ്രശേഖരന് പാർട്ടി വോട്ടിൻ്റെ സ്വാധീനമാണ് വരുന്നത്. അപ്പോൾ പാർട്ടി വോട്ട് BJPക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ, പക്ഷേ മുൻഗണന എന്തായാലും CPMന് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് ശിവൻകുട്ടി തന്നെ വരും. കേരളത്തിലെ ആരാണ് ഒരു ഈ ന്യൂസ് ഇവിടെ വൈൻഡപ്പിയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. LDF അതോടൊപ്പം തന്നെ UDF BJP വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്ന് അവകാശവാദങ്ങളുമായി ഒരു സൈലന്റ് അറ്റാക്കിലൂടെ അവരുടെ പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട്. LDF ഒരു തുടർഭരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷത്തിലാണ് നേമത്തും ശിവൻകുട്ടിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു യുവാവ് എന്ന നിലയ്ക്ക് തന്നെ കാർത്തികേയന്റെ മകൻ ശബരിനാഥൻ ഇവിടെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോകാം. എങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. 9-ാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൈവിരലിൽ മഷി പുലരുമ്പോൾ ആർക്കാണ് എവിടെയാണ് വികസനങ്ങൾക്കപ്പുറം സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അവകാശമാണ് എല്ലാവരും വേണ്ടത്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, ആദർശം സ്വീകരിക്കാൻ, അതിന് ജീവിക്കാൻ, അതിന് മതേതര പാർട്ടി വിജയിക്കേണ്ടതുണ്ട്. അവിടെ ആര് വിജയിക്കണമെന്നുള്ളതാണ് ഇവിടെ നോക്കിക്കാണുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം നിയമം വീണ്ടും ഏത് രീതിയിലേക്ക് മാറുമെന്നുള്ളത്. എന്നാൽ പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം ഇവിടെ ബൈ.